CBSE പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും. അതേസമയം വെബ്സൈറ്റിനുണ്ടായ തകരാറിൽ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കർശന നടപടിയെടുക്കും. CBSE ക്രമക്കേട്, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ, ഇന്നലെ വീഴ്ച സമ്മതിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്രത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നു. വിദ്യാർത്ഥികൾ നേരത്തെ വലിയ രീതിയിൽ വലഞ്ഞതാണ്. ഏതു തരത്തിലുള്ള തുടർ നടപടികൾ CBSEയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു? ഇതിനൊപ്പം വളരുന്ന രാഷ്ട്രീയ വിവാദവും വിമർശനങ്ങളും. നോബൽ, ഗുഡ് മോർണിംഗ് റീജിത്തർ സുധി. CBSEയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാരിന് ഉയർന്ന സമയമാണ്. പ്രത്യേകിച്ച് ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വീഴ്ച സംബന്ധിച്ച സാഹചര്യം ഉണ്ട്. നിലവിൽ ഇപ്പോൾ 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിലുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും. അപേക്ഷ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളെല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിൽ CBSE വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും വിദ്യാർത്ഥികൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ട് എന്ന് എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഉണ്ടായത് CBSEയുടെ പിഴവ് കൊണ്ടാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിച്ച സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗ്രേസ് മാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുന്നത്. നിലവിൽ പരാതി, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അടക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് അടക്കം നൽകും എന്നുകൂടി വ്യക്തമാകുന്നു. കാരണം വിദ്യാർത്ഥികളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളെ പിഴവ് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പുനർമൂല്യനിർണ്ണയത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായത്. അതുകൊണ്ട് ഗ്രേസ് മാർക്ക് അടക്കം അവർ ആവശ്യപ്പെടുന്നു. മറുവശത്ത് വിവാദം, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദം ഈ വിഷയത്തിൽ കൊഴുക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ മൂല്യനിർണ്ണയത്തിന് കരാർ നൽകിയ കമ്പനി കോമ്പാക്ട് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കമ്പനി നേരത്തെ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇത്തരത്തിലൊരു കരാർ നൽകിയതിൽ വലിയ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്, അഴിമതി ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രി കിരൺ റിജിജു തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും നിരവധി കരാറുകൾ ഈ കമ്പനിക്ക് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല കോൺഗ്രസിന് കീഴിലുള്ള പല സ്ഥാപനങ്ങളും സമാനമായി തന്നെ ഈ കമ്പനിക്ക് കരാറുകൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാവുന്നതാണ് ഇപ്പോഴത്തെ ഈ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ആരോപണങ്ങൾ പ്രതികരിക്കുന്നത്. അതേസമയം CBSEയിലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ഇന്നലെ പിഴവ് സംഭവിച്ചു എന്ന് അത് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ, അത് ഏറ്റുപറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടുതൽ ആക്രമണം ശക്തമാക്കാൻ ഇവർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വിവാദ കമ്പനിക്ക് കരാർ നൽകിയത് എന്തിന് എന്നുള്ള ചോദ്യമാണ്, വിമർശനമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്, രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അതിനിപ്പോൾ കേന്ദ്രത്തിൻ്റെ മറുപടി കൂടി ഉണ്ടാവുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതേ കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ട് എന്ന മറുപടിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും വിമർശനം ശക്തമാവുന്നുണ്ട്, വിവാദം ശക്തമാവുന്നുണ്ട്. അതിനിടയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.